എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 52-ാമത്തെ സർഗത്തിൽ 19 മുതൽ 23 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. അതോടുകൂടിയിട്ട് 52-ാമത്തെ സർഗവും തീരുകയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് വിശ്വാമിത്രനെ വസിഷ്ഠൻ ഭക്ഷണം കഴിക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. വിശ്വാമിത്രൻ മാത്രമൊന്നുമല്ല, അന്തഃപുരത്തിലെ സ്ത്രീകളുണ്ട്, സൈന്യങ്ങളുണ്ട്, ബ്രാഹ്മണരുണ്ട്, അങ്ങനെ കുറേ പേര് കൂടിയിട്ടാണ് ഇവർ യാത്ര നടത്തിയത്. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് തന്നെയാണ് അവിടെ ഭോജനത്തിനായിട്ട് ക്ഷണിക്കപ്പെട്ടത്. ആദ്യം അതൊക്കെ പലതവണ തടയാൻ നോക്കിയെങ്കിലും അവസാനം വിശ്വാമിത്രൻ അത് അംഗീകരിക്കാൻ പോവുകയാണ്. അതാണ് ഇനി പറയാൻ പോണത്. 19-ാമത്തെ ശ്ലോകം നോക്കാം. ബാഢമിത്യേവ ഗാധേയോ വസിഷ്ഠം പ്രത്യുവാചഃ യഥാ പ്രിയം ഭഗവതഃ തഥാസ്തു മുനിപുംഗവ. അങ്ങയുടെ നല്ല നല്ല വാക്കുകൾ കേട്ട് തന്നെ ഞാൻ വേണ്ടതുപോലെ ആദരിക്കപ്പെട്ടു, എനിക്ക് പൂജകളൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു നിർത്തിയതാണ്. പക്ഷേ വിശ്വാമിത്രനെ പലതവണ വസിഷ്ഠൻ നിർബന്ധിച്ചപ്പോൾ അവസാനം തീർച്ചയാക്കുകയാണ്. അതാണ് ബാഢം. അങ്ങനെയാവട്ടെ എന്ന് ഗാധേയ വസിഷ്ഠം പ്രത്യുവാച. ഗാധേയൻ, ഗാധിപുത്രനായിട്ടുള്ള വിശ്വാമിത്രൻ വസിഷ്ഠനോട് മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞത്? യഥാപ്രിയം ഭഗവത തഥാസ്തു മുനിപുംഗവ. അല്ലയോ മുനിശ്രേഷ്ഠ വസിഷ്ഠമുനെ, യഥാപ്രിയം, അങ്ങയ്ക്ക് എന്താണോ ഇപ്പോൾ ചെയ്യണമെന്ന് തോന്നുന്നത്, തഥാസ്തു, അങ്ങനെയാവട്ടെ. അതായത് അങ്ങ് എനിക്ക് സൽക്കാരം ചെയ്യാമെന്ന് പറഞ്ഞല്ലോ, അതങ്ങനെ തന്നെ, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും കൂടിയിട്ടുള്ള സൽക്കാരം അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് വിശ്വാമിത്രൻ മറുപടി പറഞ്ഞു. അങ്ങനെ അതിനുശേഷം എന്താണ് ഉണ്ടാവണേ നോക്കാം. 20-ാമത്തെ ശ്ലോകം. ഏവമുക്തസ്തഥാ തേന വസിഷ്ഠോ ജപതാം വര ആജുഹാവ തതഃ പ്രീതഃ കൽമാഷീം ധൂതകൽമഷാം. ഇപ്രകാരം വിശ്വാമിത്രനാൽ പറയപ്പെട്ടവനായിട്ടുള്ള വസിഷ്ഠൻ, അതാണ് തേന ഏവം ഉക്ത ജപതാം വര വസിഷ്ഠ. തേന വിശ്വാമിത്രേണ, വിശ്വാമിത്രനാൽ ഏവം ഇപ്രകാരം ഉക്ത പറയപ്പെട്ടവനായ, ജപതാം വര, ജപം തപം ഒക്കെ നല്ലവണ്ണം ചെയ്യുന്നവനായ, അവരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള മുനിവരനായിട്ടുള്ള വസിഷ്ഠൻ. ജപതാം വര വസിഷ്ഠ. ആ വസിഷ്ഠൻ എന്താ ചെയ്തത്? തതഃ പ്രീത, വളരെയധികം സന്തോഷവാനായി തീർന്നു. തൻ്റെ ക്ഷണം സ്വീകരിച്ചുല്ലോ, രാജാവ് അത് നിരസിച്ചില്ലല്ലോ എന്നുള്ള ആ സന്തോഷത്തോടു കൂടിയിട്ട് കൽമാഷീം ധുതകൽമഷാം കൽമാഷീം ആജുഹാവ. പാപങ്ങളെല്ലാം അകന്നവളായ ധുതകൽമഷ അല്ലെങ്കിൽ ധൂതകൽമഷ എന്നൊക്കെ പറഞ്ഞാൽ കൽമഷങ്ങളൊന്നുമില്ലാത്തവളായ, ഒരു ദോഷങ്ങളുമില്ലാത്തവളായ കൽമാഷീം. കൽമാഷി എന്നുള്ളതിനിവിടെ കാമധേനു എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് ആ പേര് അങ്ങനെ ഒരു വാക്ക് വന്നത് എന്നുള്ളത് ഇവിടെ ഇപ്പോൾ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കിയിട്ട് എവിടെന്നെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ട് പറയാം. അതായത് കാമധേനുവിനെ വിളിക്കുകയാണ്. എല്ലാ പാപങ്ങളും കളയുന്നവളും അതുപോലെ തന്നെ സ്വതവേ ശുദ്ധയുമായിട്ടുള്ള കാമധേനുവിനെ ആജുഹാവ തൻ്റെ അടുത്തേക്ക് വിളിക്കുകയാണ്. അതായത് വസിഷ്ഠൻ്റെ കൂടെയാണ് കാമധേനു. സ്വർഗത്തിലെ കാമധേനു ആണെങ്കിലും പല സമയത്തും കാമധേനുവും കാമധേനുവിൻ്റെ പുത്രിയായിട്ടുള്ള നന്ദിനിയും ഒക്കെ വസിഷ്ഠൻ്റെ കൂടെയാണ് എന്നുള്ളത് നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നന്ദിനിയുടെ പ്രസാദം കൊണ്ടാണ് രഘുവംശത്തിൽ രഘു ജനിക്കുന്നത്. ദിലീപന്, ശ്രീരാമൻ്റെയൊക്കെ പൂർവികനായിട്ടുള്ള രഘു ജനിക്കുന്നത് നന്ദിനിയുടെ പ്രസാദത്തിലാണ്. നന്ദിനിയെ പ്രസാദിപ്പിച്ചിട്ടാണ് ദിലീപൻ വസിഷ്ഠൻ്റെ ആശ്രമത്തിൽ പോയിട്ട് നന്ദിനിയെയും കൊണ്ട് കാട്ടിൽ പോയിട്ട് പ്രസാദിപ്പിച്ചിട്ടാണെന്നുള്ള കഥയൊക്കെ വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ സ്വർഗസ്ഥരായിട്ടുള്ള ധേനുക്കളാണെങ്കിലും പലപ്പോഴും അവയൊക്കെ വസിഷ്ഠൻ്റെ ആശ്രമത്തിലും കാണുന്നതായിട്ട് നമുക്ക് വർണ്ണിച്ചത് കാണാനുണ്ട്. അങ്ങനെ ആ കാമധേനുവിനെ വിളിച്ചിട്ട് വളരെ സന്തോഷത്തോടു കൂടി വിളിച്ചിട്ട് പറയാണ്. 21-ാമത്തെ ശ്ലോകം 3 വരികൾ അല്ലെങ്കിൽ 6 വരികളുണ്ട്. ഏഹ്യേഹി ശബളേ ക്ഷിപ്രം ശൃണുജാപി വചോ മമ സബലസ്യാസ്യ രാജർഷേ കർത്തും വ്യവസിതോസ്മ്യഹം ഭോജനേന മഹാർഹേണ സത്കാരം സംവിധത്സ്വമേ. ശബളേ ഏഹ്യേഹി. ശബളം എന്ന് പറഞ്ഞാൽ, ശബളിമ എന്ന് വെച്ചാൽ പലതരത്തിലുള്ള പല നിറങ്ങൾ എന്നാണ്. അതായത് ഒരു പല വർണ്ണങ്ങളുള്ള ഒരു പശുവായിരിക്കണം. കറുപ്പും വെളുപ്പും ചുവപ്പും ഒക്കെ ചേർന്നതായിട്ടുള്ള അങ്ങനെ ഒരു
മിശ്രമായിട്ടുള്ള നിറങ്ങളുള്ള ഒരു അതായിരിക്കും അതിൻ്റെ വർണ്ണം. അങ്ങനത്തെ ഒരു പശു ആയിരിക്കണം കാമധേനു. അതുകൊണ്ടാവും ശബളെ എന്ന് തന്നെ വിളിക്കുന്നത്. അങ്ങനെ വിളിച്ചിട്ട് പറയാണ്, ക്ഷിപ്രം മമ വചഃ ശൃണു, വേഗം ഞാൻ പറയണതൊന്ന് കേൾക്കൂ, എന്നിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കൂ എന്ന് പറയാണ്. എന്താണ് ഞാൻ പറയണതെന്നാണെങ്കിൽ ഇതാണ്: സബലസ്യ അസ്യ രാജർഷേഹേ സത്കാരം ഭോജനേന മഹാർഹേണ ഭോജനേന സത്കാരം കർത്തും വ്യവസിതഃ അസ്മി അഹം. സബലസ്യ രാജർഷേഹേ, ബലവാനായിട്ടുള്ള രാജർഷിക്ക്, ഈ വിശ്വാമിത്ര മഹർഷിക്ക് എന്താണ് സത്കാരം കൊടുക്കാൻ വളരെ വിശിഷ്ടമായിട്ടുള്ള ഭോജനം നൽകിയിട്ട്, മഹാർഹേണ ഭോജനേന, നിസ്സാരമായിട്ടുള്ള ഭോജനമൊന്നുമല്ല, ഒരു രാജാവിന് ഉചിതമായിട്ടുള്ള വലിയൊരു ഭോജന സത്കാരം വിരുന്നൊരുക്കിയിട്ട് ആ രാജാവിനെ തൃപ്തിപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് വ്യവസിതഃ അസ്മി. അതിനായിട്ട്, അങ്ങനെ ഒരു ഭോജന സത്കാരം കർത്തും നടത്തുവാനായിട്ട്, അഹം വ്യവസിതഃ അസ്മി, ഞാൻ ഉത്സാഹിക്കുകയാണ്, അത് ഞാൻ വാക്ക് കൊടുത്തു. അതുകൊണ്ട് മേ സംവിധത്സ്വ, എനിക്ക് വേണ്ടിയിട്ട് നീ അതൊക്കെ ഒന്ന് ചെയ്തു തരണം. രാജാവായിട്ടുള്ള വിശ്വാമിത്രൻ, പത്നിമാര്, അന്തഃപുരത്തിലുള്ള മറ്റാൾക്കാര്, ബ്രാഹ്മണര്, സൈന്യം എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സത്കാരം ഒരുക്കി തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ എത്രയും പെട്ടെന്നത് നടത്തി തരണം എന്ന് ശബളയായിട്ടുള്ള, സുന്ദരിയായിട്ടുള്ള, വർണ്ണമനോഹരിയായിട്ടുള്ള കാമധേനുവിനോട് വസിഷ്ഠൻ ആവശ്യപ്പെടുകയാണ്. അതെങ്ങനെ വേണമെന്നും കൂടിയിട്ട് പറയാണ്: യസ്യ യസ്യ യഥാ കാമം ഷഡ്രസേഷ്വഭിപൂജിതം തത്സർവം കാമധുഗ്ദിവ്യേ അഭിവർഷകൃതേ മമ. യസ്യ യസ്യ യഥാ കാമം. ഇവിടെ വന്നവർക്ക് പലർക്കും പല രുചികളാണ് ഉണ്ടാവുക. ഓരോരുത്തർക്കും ഓരോന്നിനോടാവും ഇഷ്ടം. അതിനനുസരിച്ചൊക്കെ പലതായിട്ട് തയ്യാറാക്കണം. യസ്യ യസ്യ, ആർക്കൊക്കെ എന്തൊക്കെ ഇഷ്ടമാണ്, യഥാകാമം, അത് ഷഡ്രസേഷു അഭിപൂജിതം. ഷഡ്രസങ്ങൾ ചേർന്നിട്ട്, ഷഡ്രസങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം: മധുര, അമ്ല, കടു, ലവണ, തിക്ത, കഷായാഹ. ഉപ്പ്, മധുരം, എരിവ്, പുളി, കയ്പ്, ചവർപ്പ്, ഇങ്ങനെയുള്ള രസങ്ങളൊക്കെ ചേർത്തിട്ട് വേണം. ഓരോരുത്തർക്കും ഓരോന്നിനോട് താല്പര്യം കൂടുതലുണ്ടാവും. അതൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് നീയെല്ലാം നൽകണം, അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കണം. അതൊക്കെ നീ വിചാരിച്ചാൽ കാമധുക്കാണ് നീ, കാമങ്ങളെ ദോഹനം ചെയ്ത്, അതായത് ചുരന്നു കൊടുക്കുന്നവളാണ്. അപ്പോൾ അതൊക്കെ അവർക്കായിട്ട് നീ നൽകണം. എന്നിട്ട് സംബോധന ചെയ്യാണ്: അല്ലയോ ദിവ്യയായിട്ടുള്ള അഭിവർഷകൃതയെ കാമധേനോ. അഭിവർഷം, എന്ന് വെച്ചാൽ ഇച്ഛിക്കുന്നത് മുഴുവനും നൽകാൻ കഴിയുന്നവളെ, ദിവ്യയായിട്ടുള്ള ധേനുവാണല്ലോ നീ. അതുകൊണ്ട് അവരെന്തൊക്കെ ഇച്ഛിക്കുന്നു അത് മുഴുവനും എനിക്ക് വേണ്ടിയിട്ട് അവർക്കായി നൽകണം, അവർക്കായിട്ട് ചുരത്തി കൊടുക്കണം എന്ന് പറയുകയാണ് ചെയ്യണത്. അത് എങ്ങനെയൊക്കെ വേണം? നാനാവിധത്തിലുള്ള ഭക്ഷണ സാധനങ്ങളാണ് നമുക്കുള്ളത്. അതാണ് പറയണത് അവസാനത്തെ ശ്ലോകം, 23-ാമത്തെ ശ്ലോകം: രസേന അന്നേന പാനേന ലേഹ്യജോഷ്യേണ സംയുതം അന്നാനാം നിജയം സർവം സൃജസ്വ ശബളേ ത്വര. പലതരത്തിലുള്ള ഭക്ഷണങ്ങളുണ്ടല്ലോ, പല്ലുകൊണ്ട് കടിച്ച് ചവച്ച് കഴിക്കുന്നത്, നാവുകൊണ്ട് സ്വാദ് രുചിച്ച് കഴിക്കുന്നത്, അതുപോലെ തന്നെ കുടിച്ചു നോക്കുന്നത്, അങ്ങനെ തിന്നാനും കുടിക്കാനും നക്കി രസിക്കാനും വലിച്ചു കുടിക്കാനുമുള്ളതായ ഭക്ഷണങ്ങൾ. അതിനെ പല പേരുകളിലാണ് പറയുക. ഭക്ഷ്യം, പേയം, അത് ലേഹ്യം, ചോഷ്യം, ഇതാണ് ചതുർവിധ ഭക്ഷണങ്ങൾ. അപ്പോൾ അതൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട്, അതിലൊന്നും കുറവ് വരാൻ പാടില്ല, അതൊക്കെ ചേർത്തുകൊണ്ട് വേണം നീ ഭക്ഷണം കൊടുക്കാൻ. രസേന അന്നേന, നല്ല സ്വാദിഷ്ടമായ അന്നം, കടിച്ച് ചവച്ച് കഴിക്കാനുള്ള അന്നം വേണം. പാനേന, കുടിക്കാനുള്ളത് വേണം. ലേഹ്യം നാവിൽ തേച്ച് കഴിക്കുന്നത്, അങ്ങനെയുള്ളത് വേണം. ചോഷ്യം എന്ന് പറഞ്ഞാൽ വലിച്ചു കുടിക്കാവുന്നത് വേണം. അങ്ങനെ എല്ലാം ചേർന്നതായിട്ടുള്ള നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം കൊണ്ട് അന്നാനാം നിജയം സർവം സൃജസ്വ. അന്നാനാം നിജയം, ഭക്ഷണത്തിൻ്റെ ഒരു കൂമ്പാരം തന്നെ, അതായത് ഈ ജനങ്ങൾക്ക് മുഴുവനും കൊടുക്കാനുള്ളതായ അത്രയ്ക്കധികം ഭക്ഷണ സാമഗ്രികൾ പെട്ടെന്ന് തന്നെ സൃഷ്ടിച്ചോളൂ. സൃജസ്വ ശബളേ ത്വര. അല്ലയോ കാമധേനു, വേഗം തന്നെ ആയിക്കോട്ടെ. അതാണ് ത്വര എന്ന് പറഞ്ഞാൽ വേഗം, അതിന് വൈകരുത്.
എന്ന് പറയുകയാണ് ചെയ്യണത്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ പലതരത്തിലുള്ള ഭേദങ്ങൾ നമ്മളിവിടെ കണ്ടു. നമ്മുടെയൊക്കെ ഭക്ഷണത്തിലെ സദ്യ എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. കടിച്ച് ചവച്ച് കഴിക്കുന്നതായിട്ടുള്ള ചോറ് പോലെയുള്ളതുണ്ട്, ഒഴിച്ചു കൂട്ടാനായിട്ടുള്ളതായ പാനീയങ്ങൾ അല്ലെങ്കിൽ പാദ്യം, അതാണ് ഭക്ഷ്യം, പേയം എന്ന് വേണമെങ്കിൽ പറയാം, അതൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ നാവിൽ തൊട്ട് രസിക്കാവുന്നതായ പുളിയിഞ്ചി, അതുപോലെ ഉപ്പിലിട്ടത് തുടങ്ങിയിട്ടുള്ള സാധനങ്ങളുണ്ട്. പിന്നെ ഓഷ്യം എന്ന് പറഞ്ഞാൽ ചുണ്ടു വെച്ച് കുടിക്കുന്നതാണ് ചോഷ്യം. അത് രസം പോലെ അല്ലെങ്കിൽ മോര് പോലെയുള്ളത്, അങ്ങനെ പലതരത്തിൽ ഈ 4 തരത്തിലുള്ള ഭക്ഷണ സാമഗ്രികൾ ഉള്ളതാവണം. അതുകൊണ്ടാണ് ഒരു സദ്യയെ സമ്പൂർണ്ണമായിട്ടുള്ള ആഹാരം എന്ന് പറയണത്. എല്ലാ തരത്തിലുമുള്ളതായ സാമഗ്രികൾ വേണം. അപ്പോൾ അതെല്ലാം ചേർത്തുകൊണ്ട് തന്നെ വേണം ഇവിടെ രാജാവിനും സൈന്യങ്ങൾക്കും കൊടുക്കാൻ എന്നുള്ളത്. ആ ഭക്ഷണത്തിൻ്റെ സംവിധാനത്തിനെ പറ്റിയിട്ട് വസിഷ്ഠൻ ഒന്ന് ഓർമ്മിപ്പിക്കുക കൂടിയാണ്, നമ്മളെല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ കാമധേനുവിനോട് പറഞ്ഞുകൊണ്ടാണ് അത് ചെയ്യണതെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ബാഢമിത്യേവ ഗാധേയോ വസിഷ്ഠം പ്രത്യുവാചഃ യഥാ പ്രിയം ഭഗവതഃ തഥാസ്തു മുനിപുംഗവ ഏവമുക്തസ്തഥാ തേന വസിഷ്ഠോ ജപതാം വരഃ ആജുഹാവ തതഃ പ്രീതഃ കൽമാഷീം ധൂതകൽമഷാം ഏഹ്യേഹി ശബളേ ക്ഷിപ്രം ശൃണുജാപി വചോ മമ സബലസ്യാസ്യ രാജർഷേഃ കർത്തും വ്യവസിതോസ്മ്യഹം ഭോജനേന മഹാർഹേണ സത്കാരം സംവിധത്സ്വ മേ യസ്യ യസ്യ യഥാ കാമം ഷഡ്രസേഷ്വഭിഭൂജിതം തത്സർവം കാമധുഗ്ദിവ്യേ അഭിവർഷകൃതേ മമ രസേന അന്നേന പാനേന ലേഹ്യജോഷ്യേണ സംയുതം അന്നാനാം നിചയം സർവം സൃജസ്വ ശബളേ ത്വരാ. ഇങ്ങനെ കാമധേനുവിനോട് വേഗം തന്നെ ഭക്ഷണ സാമഗ്രികൾ ഉണ്ടാക്കി കൊടുക്കാൻ വസിഷ്ഠൻ ധൃതി പിടിപ്പിക്കുകയാണ്. വേഗത്തിലായിക്കോട്ടെ എന്ന് പറഞ്ഞ് കാമധേനുവിനെ പ്രേരിപ്പിക്കുകയാണ്. ഈ ഒരു സർഗം ഇവിടെ തീരാണ്. ബാക്കി കഥകൾ അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.